ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവരും സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാകുന്നത് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയും മറ്റും നേരിടുന്ന ഭരണ തകർച്ചയും അവിടങ്ങളിലെ ജനങ്ങളുടെ അരക്ഷിതാവസ്ഥയുമൊക്കെ ഇതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോഴാണ് നാം അനുഭവിക്കുന്ന സുരക്ഷയുടെ തണൽ നമുക്ക് മനസ്സിലാക്കാനാവുക. ഹർഘർ തിരങ്കിൻ്റെ ഭാഗമായിട്ട് വീടുകളിലും ഓഫീസിലൊക്കെ എല്ലാവരും ദേശീയ പതാകയൊക്കെ നാട്ടിക്കാണുമല്ലോ അല്ലേ? ഇവിടെ നമ്മുടെ അപ്പൂസൊക്കെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ നിറത്തിലുള്ള ബാഡ്ജും ഹെയർ ബാൻഡും ഒക്കെ അണിഞ്ഞാണ് കേട്ടോ സ്കൂളിലേക്ക് പോയത്. അവൾ ഭയങ്കര ത്രില്ലിലാണ്. ഓഗസ്റ്റ് 15 അന്ന് സ്കൂളിലേക്ക് പോകുന്നത് വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ. പോകുന്ന വഴിയിലൊരു കുഞ്ഞു പൂവൊക്കെ പറിച്ചെടുത്ത് എനിക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പൂനെ സ്കൂളിലേക്ക് അയച്ച അന്നത്തെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഞാൻ മാസിന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മനോരമ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ പ്രസംഗമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. യുവജനങ്ങൾക്കുള്ള ആഹ്വാനത്തെക്കുറിച്ചൊക്കെ ഞാൻ മാസിനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചിട്ട് ചെമ്മീൻ ബിരിയാണി തന്നെ വെച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ ചെമ്മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയെടുത്ത് മസാലയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ബിരിയാണി തയ്യാറാക്കുന്നത്. ഇന്ന് മർവാനും ജാസ്മിനും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. മർവാൻ്റെ വക ത്രിവർണ്ണ നിറത്തിലുള്ള സാലഡൊക്കെ റെഡിയാകുന്നുണ്ട്. ബിരിയാണി ചൂടോടെ വിളമ്പിയിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. മാസിൻ്റെ ഫ്രണ്ടായ യാസീനും കൂടി ഉണ്ടായിരുന്നു. ഭക്ഷണശേഷം അവർ ഷൂട്ടിംഗ് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയാം. പിന്നെ മാസിനെ ഞങ്ങൾ മംഗലാപുരത്തെ യെനപ്പോയ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാസിന് എവിടെയാണ് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നത്, എന്ത് വിഷയമാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും പോയ കോളേജിനെ കുറിച്ചും മാസിനെടുത്ത സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി. മംഗലാപുരത്തേക്ക് ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോയത്. ഞാനും ഉപ്പയും ചേർന്നിട്ടാണ് മാസിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെന്നത്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവിടെ ചെന്ന് മാസിൻ്റെ അഡ്മിഷൻ എടുക്കാനും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ചെന്ന് കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാലത്ത് ഉള്ള ട്രെയിനിനാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കയ്യിൽ വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ ആലു പറാത്ത തയ്യാറാക്കി വെച്ചു. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ലേശം കുരുമുളക് പൊടിയും ചേർത്തിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിനകത്ത് നിറച്ച് പരത്തിയെടുത്തിട്ടാണ് ആലു പറാത്ത തയ്യാറാക്കുന്നത്.
ഇതാകുമ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനാകും. മാസിനൊക്കെ ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ നന്നായി നെയ്യ് തടവിയിട്ട് ചുട്ടെടുത്താലാണ് കേട്ടോ ഇതിന് നല്ല രുചി ഉണ്ടാവുക. അതിരാവിലെ തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റു. തലേന്ന് ഉണ്ടാക്കി വെച്ച പറാത്തയൊക്കെ രാവിലെ എണീറ്റ് ഞാൻ പാർസൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെച്ചു. പിന്നെ ഇവിടെ കുട്ടികളെ സ്കൂളിലയക്കാനും മറ്റുമായിട്ട് ഉമ്മ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ മാസിൻ്റെ ഒന്നിച്ചിട്ട് പോവാനായിട്ടോ. അപ്പോൾ ഞാനിതാ പറാത്തയൊക്കെ പാർസലാക്കിയിട്ട് ബാഗിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. യാത്ര എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. കുടിക്കുന്ന വെള്ളം കുറച്ച് ഞാനൊരു ബോട്ടിൽ എന്തായാലും എടുത്ത് ബാഗിൽ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മയെ വീട്ടിൽ മക്കളെ കൂടെ ആക്കിയിട്ട് ഉപ്പയും ഞാനും മാസിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. കാലത്ത് തന്നെ പുറപ്പെട്ടു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടിയിലാണ് പോയത് കേട്ടോ. അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നീണ്ട ക്യൂ ആണ്. ഏതായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ മാസിനെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനെ കണ്ടു. റഫ്സാർ എന്നാണ് പേര്. അദ്ദേഹവും മകളും അവരുടെ മകൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മംഗലാപുരത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. യാത്രകൾ നൽകുന്ന മനോഹാരിതകളിൽ ഒന്നാണ് തീരെ നനച്ചിരിക്കാതെ ലഭിക്കുന്ന പരിചയപ്പെടലും ചങ്ങാത്തവും ഒക്കെ അല്ലേ. റഫ്സാറിൻ്റെ മകൾ ലബീബയുമായിട്ട് സംസാരിച്ചിട്ട് മംഗലാപുരം എത്തിയതന്നെ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ നല്ല കൂട്ടായിട്ടോ. യാത്രയിലുടനീളം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നല്ല രസകരമായിട്ട് ഞങ്ങളുടെ യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ 10-10:30 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ആലു പറാത്തയും പിന്നെ അതിനോടൊപ്പം ഫ്രഷ് ഷമാം ജ്യൂസ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. സ്റ്റേഷന് പുറത്ത് കോളേജിൽ നിന്നുള്ള ബസ് വന്ന് കാത്തു നിൽക്കുമെന്ന് ആദ്യം തന്നെ കോളേജിലെ മേധാവികൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഞങ്ങൾ സ്റ്റേഷന് പുറത്ത് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കേരളത്തിലുടനീളമുള്ള ആൾക്കാർ, കേരളത്തിൽ നിന്ന് ഈ കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്ന ധാരാളം കുട്ടികൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജ് ബസ്സൊക്കെ വന്നു. ഞങ്ങൾ അതിലേക്ക് കയറിയിട്ട് മാസിൻ്റെ കോളേജ് സ്ഥിതി ചെയ്യുന്ന മൂഡ്ബിദ്രി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ കോളേജിലെത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് ടോക്കൺ എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഊഴത്തിനായിട്ട് കാത്തിരിക്കാൻ. ഞങ്ങൾക്ക് 15-ാം നമ്പർ ടോക്കണായിരുന്നു കിട്ടിയത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ കോളേജ് ക്യാമ്പസും ഒക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് കരുതിയിട്ട് ചെന്നു. പിന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഉച്ചഭക്ഷണത്തിൻ്റെ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞങ്ങൾ ക്യാൻറ്റീനിൽ ചെന്ന് കേരള മീൽ തന്നെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു. അവിടെ എല്ലാ തരത്തിലുള്ള ഭക്ഷണവും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. എങ്കിൽ കൂടിയും നമ്മൾ കേരളീയരുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു സ്വഭാവമാണ് എവിടെ ചെന്നാലും നമ്മുടേതായ ഭക്ഷണ രീതികളാണല്ലേ നമ്മൾ പ്രിഫർ ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയൂണൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാസിൻ്റെ അഡ്മിഷനൊക്കെ എടുത്തു. പിന്നെ പ്രിൻസിപ്പാലിനെ കണ്ടു.
ഏകദേശം 3-3:30 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വേഗം ഒന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് അടുത്ത ട്രെയിൻ പിടിച്ച് നാട്ടിൽ ചെന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ സ്കൂൾ മേധാവികൾ തന്നെ തയ്യാറാക്കി തന്ന ഒരു ട്രക്കിൽ നമ്മൾ മെയിൻ റോഡ് വരെ അവർ കൊണ്ടുവന്നാക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. മാസിന് ഏത് കോഴ്സാണ് എടുക്കുന്നതെന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. മാസിന് AI ആണ് കേട്ടോ എടുക്കുന്നത്. AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ ഈ കോഴ്സ് നമുക്ക് കേരളത്തിലൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഞാൻ ഇതിന് മുമ്പൊരു കോളേജ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ AI ഉണ്ടെങ്കിൽ കൂടിയും അവിടെ മെഷീൻ ലേണിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ മാംഗ്ലൂർ സെലക്ട് ചെയ്തത്. അപ്പോൾ മാംഗ്ലൂർ ആകുമ്പോൾ നമുക്ക് തൊട്ടടുത്ത സ്റ്റേറ്റാണ് കർണാടക സ്റ്റേറ്റ്. പെട്ടെന്ന് മാസിന് 1-2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ചെന്ന് കാണാം. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇവിടെ തന്നെ ചേർത്തത്. പിന്നെ ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് ഒന്നിച്ചിട്ട് ചെയ്യുന്ന യാത്രകളെ പോലെ സന്തോഷം നൽകുന്നവ വേറൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ എവിടേക്കാണ് യാത്ര പോകുന്നത് എന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ആശ്രയിച്ചിരിക്കും അല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ ഈ മറക്കാനാവാത്ത യാത്ര എൻ്റെ ഹൃദയത്തിലും പിന്നെ ഇവിടെയും കൊത്തിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെയും അതിൽ പങ്കാളിയാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മടിക്കാതെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഏതായാലും അടുത്തൊരു വ്ളോഗിൽ നിങ്ങളുമായിട്ട് കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.